കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ സമരപ്രഖ്യാപന കൺവെൻഷനും പ്രകടനവും നടത്തി. കൺവെൻഷൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. ചെറുകിട വ്യാപാരികളെ ഇല്ലാതാക്കുന്ന കുത്തകവൽക്കരണത്തിനെതിരെയും കെട്ടിട വാടക ഇനത്തിൽ GST ഏർപ്പെടുത്തിയതിനെതിരെയും ഫെബ്രുവരി 18 നടക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത്. ചെറുതോണി ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ടൗൺ ഹാളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതിയുടെ ഈ ബഡ്ജറ്റിൽ വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി 40 നിന്ന് 30% ആക്കിയതുവഴി 2 ലക്ഷം കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ ഉണ്ടാക്കി. 2 ലക്ഷം കോടി രൂപ. എന്തായിരുന്നു ഉദ്ദേശം? ഇത് അവസാനിപ്പിക്കണം. നാം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഓരോ നിയമങ്ങളും രാജ്യത്ത് നമ്മുടെ വ്യാപാര മേഖല തകർക്കുന്ന തരത്തിലുള്ള ടാക്സ് ഇനത്തിൽ, ഇൻകം ടാക്സ് ഇനത്തിൽ, കോർപ്പറേറ്റുകളെ വാരിക്കൂലി സഹായിക്കും പല കരിനിയമങ്ങളും ചെറുകിട വ്യാപാരികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതിന് കൊണ്ടുവരുന്നു. കഴിഞ്ഞ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ഗവൺമെന്റ് പാർലമെന്റ് പാസാക്കിയ വാടക നിയമം നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ജനങ്ങളിൽ ഇറക്കിവിടാം എന്നൊരു നിയമമാണ്. സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി കാരുണ്യം പദ്ധതി തുക വിതരണം ചെയ്തു. നജീബ് ഇല്ലത്തുപറമ്പിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK തോമസുകുട്ടി, ഡയസ് ജോസഫ്, KR വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി വ്യാപാരികൾ കൺവെൻഷനിൽ പങ്കെടുത്തു.